ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. പുറമേയൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള റൈസ് ഫ്ലോർ ബോണ്ടയാണ് കേട്ടോ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് ഒരു ബൗളിലോട്ട് ഒരു ഗ്ലാസ് വറുത്ത അരിപ്പൊടി ഇട്ടെടുക്കാം. ഇത് പത്തിരിയും ഇടിയപ്പവും ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന പൊടിയാണ്. ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ടെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ നല്ല പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറേശ്ശായിട്ട് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ച് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോഴേ മാവിൻ്റെ ശരിക്കുള്ള പാകം അറിയാൻ കഴിയൂ. നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ബോണ്ട ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. മാവ് ഒരു 5 മിനിറ്റോളം ഇതാ നല്ല പോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഹാഫ് അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഇത് നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഹാഫ് അവർ ആയിട്ടുണ്ട്. ഇനി വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് കൂടെ കുഴച്ചെടുത്തപ്പോൾ മാവ് കണ്ടോ നല്ല പോലെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു പാകം ആവണം. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഓവർ ടൈറ്റും ആവരുത്, എന്നാൽ ഓവർ ലൂസായി പോവുകയും ചെയ്യരുത്. ഇനി ഇതിലോട്ട് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ഉള്ളി അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 4 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയും മല്ലിയില അരിഞ്ഞത്, ഇതെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് ബോണ്ടയുടെ ബാറ്റർ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് തന്നെ ബോണ്ട ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് നല്ല പോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറേശ്ശായിട്ട് മാവ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തോളൂ. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. എണ്ണയിലിട്ടാൽ പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വരാൻ തുടങ്ങും. ഇപ്പോഴത്തെ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് ഒരു സൈഡെല്ലാം മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു ക്രിസ്പി ബോണ്ട ഉണ്ടല്ലോ, നല്ല ചൂട് ചായക്കൊപ്പം കഴിക്കാം. അതും അല്ലെങ്കിൽ കോക്കനട്ട് ചട്നിക്കൊപ്പം കഴിക്കാനും അടിപൊളി ടേസ്റ്റിയാണ്. ഇപ്പോൾ ഇത് കണ്ടോ, 2 സൈഡും നല്ല പെർഫെക്റ്റ് ആയിട്ട് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള റൈസ് ഫ്ലോർ ബോണ്ട റെഡി. നോക്കി ഇതുപോലെ മറ്റുള്ളതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളിത് കണ്ടോ, ഒട്ടും എണ്ണമയമൊന്നുമില്ലാത്തൊരു സ്നാക്കാണിത്. നിങ്ങൾക്കിത് ധൈര്യമായി തന്നെ ഉണ്ടാക്കി കഴിക്കാം. ഇതിൻ്റെ പുറമേയൊക്കെ കണ്ടോ എന്തോരം ക്രിസ്പി ആയിട്ടായിരിക്കുന്നത്. ഉള്ളൊക്കെ നോക്കിയാൽ നല്ല സോഫ്റ്റുമാണ്. എല്ലാവർക്കും എൻ്റെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി റൈസ് ഫ്ലോർ ബോണ്ട ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.